ഒരു റെയിൽവേ ഡോക്ടറുടെ അടുക്കള പരീക്ഷണം എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൈകൊണ്ട് നിർമ്മിച്ച സോപ്പ് സാമ്രാജ്യമായി മാറിയത്? 56 വർഷങ്ങൾക്ക് ശേഷവും അത് മിക്ക എല്ലാ ഇന്ത്യൻ വീടുകളിലും ഉണ്ട്. എങ്ങനെയെന്നല്ലേ? 1969 ഒരു റെയിൽവേ ഡോക്ടറായ VP സിദ്ധൻ തന്റെ തൊഴിലാളികൾ ചർമ്മ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നതും എന്നാൽ ചിലവേറിയ ചികിത്സകൾ താങ്ങാൻ കഴിയാത്തതും ശ്രദ്ധിച്ചു. വെറും മരുന്ന് നിർദ്ദേശിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു ഐഡിയ കണ്ടുപിടിച്ചു. ഒരു ആയുർവേദ കുടുംബത്തിൽ നിന്ന് വന്ന അദ്ദേഹവും ഭാര്യയും അവരുടെ അടുക്കളയിൽ ഔഷധ സസ്യങ്ങളും പ്രകൃതി എണ്ണകളും കലർത്താൻ തുടങ്ങി. ലക്ഷ്യം അഫോർഡബിൾ ആയ ഹീലിംഗ് സോപ്പ് സൃഷ്ടിക്കുക. അത് സക്സസ്ഫുൾ ആയി. 1970 ആയപ്പോഴേക്കും അവർ ഒരു ചെറിയ വാടക മുറിയിലേക്ക് മാറി. അത് ഒരു ചെറിയ സോപ്പ് നിർമ്മാണ യൂണിറ്റായി മാറി. മാർക്കറ്റിംഗോ വായ്പയോ ഇല്ലാതെ അത് 35-ൽ കൂടുതൽ രാജ്യങ്ങളിലായി വ്യാപിച്ചു. ഇന്നും 400 കോടി വിറ്റുവരവുണ്ടായിട്ടും ഓരോ മെഡിമിക്സ് സോപ്പും 50 വർഷങ്ങൾക്ക് മുമ്പുള്ള യഥാർത്ഥ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് കൈകൊണ്ട് നിർമ്മിച്ചതാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഹാൻഡ് മെയ്ഡ് സോപ്പ് ഏതാണ്? കമന്റ് ബിലോ.